ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും പേടി സ്വപ്നമാണ് ഈ വളവ്. പിന്നെ ആലക്കോട് തിയേറ്ററിലേക്ക് ഒന്ന് പിന്നെ ടാക്കീസിലേക്ക് ഒന്ന് സാധനം കൊണ്ട് ലോറി മറിഞ്ഞിട്ട് അരക്ക് താഴോട്ട് മുറിഞ്ഞു പോയിട്ട് ഞാനാണ് അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു അവസരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നടുവിൽ താവുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോ നമുക്ക് കാണാം ഒരു വലിയൊരു ചുരമാണിത്. അതായത് ആലക്കോട്ടേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഇവിടെ ദിനംപ്രതി വാഹനങ്ങൾ കൊക്കയിലേക്ക് മറിയുന്നു. കാരണം സംരക്ഷണ ഭിത്തി ഉണ്ട്, എന്നിട്ടും വാഹനങ്ങൾ താഴേക്ക് പോകുന്നുണ്ട്. അതായത് ഒരു 20 അടി താഴ്ചയാണ് താഴത്തേക്ക്. അപ്പോൾ ആ താഴത്തേക്കാണ് മെയിനായിട്ടും ഇവിടെ പതിക്കുന്നത് ഭാരവാഹനങ്ങളാണ്. അതായത് ചെറിയ ചെറിയ കാറുകളല്ല, ലോറികൾ, അതുപോലെ തന്നെ പച്ചക്കറി വണ്ടികൾ, അങ്ങനെ എമർജൻസി ആയിട്ട് പോകുന്ന വാഹനങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് നേരെ താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ താഴേക്ക് പതിക്കുന്ന ആ സ്ഥലം നമുക്കൊന്ന് കാണാം. നമുക്ക് കാണാം ഇവിടെ ബോർഡൊക്കെ, അതായത് സേഫ്റ്റി ബോർഡൊക്കെ തകർത്ത് വാഹനങ്ങൾ താഴേക്ക് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ട്. കാണാം റബ്ബറൊക്കെ പൊട്ടി നിൽക്കുന്ന കാണാം. അതുപോലെ വാഹനങ്ങളുടെ ചില്ലും അങ്ങനെയുള്ള അവശിഷ്ടങ്ങളൊക്കെ താഴെ കാണാം. ഈ സംരക്ഷണ ഭിത്തി ഇതുപോലെ കിടപ്പുണ്ട്, ഒടിഞ്ഞു മടങ്ങി താഴത്തേക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഇതിലെ വാഹനം ഓടിച്ച് പോകുന്ന ആൾക്കാർ സ്ഥിരമായിട്ട്, അതായത് വലിയ ഭാരവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നാട്ടുകാരായ ആളുകളോട് നമുക്ക് ചോദിക്കാം, എന്താണ്, ഏതൊക്കെ ആളുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലെ വാഹനങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് അപകടത്തിൽപ്പെടുന്നത് നമുക്ക് ചോദിക്കാം. ചേട്ടാ പേരെന്താണ്? പേര് ഷിബു തെക്കേക്കോട്ടാരം. ഞാനിവിടെ മൂലാണ് താമസിക്കുന്നത്. ഇവിടെ എപ്പോഴും ഈ സംരക്ഷണ ഭിത്തിയൊക്കെ തകർന്നിട്ട് വാഹനങ്ങൾ താഴെ പോകുന്നുണ്ടെന്ന് ഒരു പരാതി അല്ലെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്ക് ഇവിടുത്തെ ആളൊന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ ചാനലുകാരൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ശിവോട്ട ഇവിടെ ഈ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് അവിടെ നല്ല സ്റ്റേറ്റ് റോഡിലാണ് ഇങ്ങോട്ട് വരുന്നത്. പെട്ടെന്നൊരു വളവല്ലേ, അപ്പൊ അതാ കൂടുതൽ അപകടം വരാൻ സാധ്യത. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് അപകടം കുറവാണ്. ഞങ്ങളെപ്പോലെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഈ പുറമെ വരുന്ന അറിയാത്ത ആൾക്കാരാണ് കൂടുതലും വന്ന് ഇതിലേക്ക് പോകുന്നത്. എനിക്കൊന്ന് വലിയൊരു 50 അടി താഴ്ച ഉണ്ടോ എനിക്ക് തോന്നുന്നത്. ഈ സൈഡിലേക്ക് 20, അങ്ങോട്ടേക്ക് 50 അടി. ഉണ്ട്. അപ്പം ദൈവത്തിന് ആഗ്രഹം വലിയ വീഴുന്നുണ്ടെങ്കിലും അത് മരണം സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരാളെ മരിച്ചിട്ടുള്ളൂ. ഏതായാലും അത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം വലിയ പൊക്കത്തിന് താഴ്ന്ന അങ്ങോട്ട് എനിക്ക് അവർ പെട്ടെന്ന് വന്നിട്ട് ചവിട്ടിട്ട് കിട്ടാത്തോണ്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതായത് ഇനി ഇങ്ങോട്ട് വാഹനം ഓടിച്ച് വരുന്നവരോട് എന്താണ് ഷിബോട്ടിന് പറയാനുള്ളത്? നമ്മുടെ ആ ജംഗ്ഷൻ മുതൽ താഴോട്ട് വളരെ ശ്രദ്ധിച്ച് വരാൻ കണ്ടുപിടിക്കണം. അത് നമ്മുടെ താമര കൾച്ചാപ്പിലേക്ക് തിരിയുന്നില്ലേ, അവിടെ മേലെ വണ്ടി മെല്ലെ വരാൻ അവരോട്. അതായത് നടുവില് താവുന്നല്ലേ? താവുന്ന കവല. അപ്പൊ ഈ താവുന്ന കവലയിലേക്ക് കൂടി വാഹനം ഓടിച്ച് വരുന്നവര് വളരെ സൂക്ഷിച്ചു. ആദ്യമായിട്ട് വരുന്നവര് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കറിയാം, കൃത്യമായിട്ട് അറിയാം ഇവിടെ ഒരു വലിയ വളമുണ്ടെന്നും ആ വളം ഞങ്ങൾക്കറിയാം. ഈ അറിയാത്ത ആൾക്കാരെ കൂടുതലും വന്ന് പെട്ടുപോകുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും സേഫ്റ്റി, അതായത് അവിടെ നമ്മുടെ നദീ കൂട്ടായ്മ മറ്റേ പല ആൾക്കാരെ പല ബോർഡ് വെച്ചിട്ടുണ്ട്, നാളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ റെഡിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതൊന്നും കാണുന്നില്ല. നല്ല റോഡാണ് വരുമ്പോഴേ, പെട്ടെന്ന് എടുത്ത വളവല്ലേ, അതാണ് കൂടുതലും വരാൻ സാധ്യത. വന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ടേ പോവുള്ളൂ. അപ്പൊ എനിക്കൊന്ന് നാട്ടുകാരനെ സ്ഥിതിക്ക് എനിക്ക് ഇവിടെ വലിയൊരു ഫ്ലെക്സിബിൾ വെച്ച് കഴിഞ്ഞാല് ഒരു മാറ്റം വരുന്ന സംശയമുണ്ട്. അപ്പൊ അവിടെ നിന്ന് കാണാനായിട്ട് ഇവിടെ വലിയൊരു അപകടം. ഇത്രയും ഭാരവാഹനങ്ങളൊക്കെ അങ്ങ് വീണ മരണം സംഭവിക്കാത്ത വലിയ അതെന്താ ഭാഗ്യമാണ് നമ്മുടെ കാര്യം. അപ്പൊ ഇവിടെ ആൾക്കാർക്ക് എപ്പോഴും പ്രശ്നം, എപ്പോഴും നമ്മുടെ നാട്ടുകാരെ ഓടി ഒന്നല്ല സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത്. നല്ല ആൾക്കാർ നല്ല സഹകരണം ഉള്ളതുകൊണ്ട്. അപ്പൊ ഇന്ന് നദീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നൊരു റെസ്ക്യൂ ഒരു യൂണിറ്റ് രൂപീകരിക്കുന്നുണ്ട്. ഇങ്ങനെ അവിടെ വരുന്നിടത്ത് പെട്ടെന്ന് ആൾക്കാരെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ കൂടിയിട്ടൊരു 5 മണി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വണ്ടി വീണോ? ഇപ്പൊ മിക്കവാറും 1-2 ദിവസം വണ്ടിയുണ്ട്. ആണോ? 1-2 ദിവസം വരെ വണ്ടിയുണ്ട്. 1-2 ദിവസം വണ്ടി താഴ്ത്താട്ടുണ്ട്. അത് അറിയാത്ത വണ്ടി, ഈ റോഡ് അറിയാത്ത ആൾക്കാർ മിക്കവാറും ഇവിടുത്തെ ചവിട്ടി മിന്നിച്ച് വരും. പെട്ടെന്ന് എടുത്ത വളവല്ലേ ആ വളവിനെ. റോഡിന്റെ പണിയിൽ എന്തോ അശാസ്ത്രീയം ഉണ്ടോ എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ ഓരോ ദിവസം വന്ന് വീഴുന്നതുണ്ടോ, ഈ ചവിട്ടുന്നുണ്ടോ? ഇവ ചവിട്ടി കെട്ടിൽ നേരെ ഇവരൊന്നിട്ട് അങ്ങോട്ട് അടിച്ചു. ഈ ഒന്നെങ്കിൽ ഇവിടെ നല്ല കോൺക്രീറ്റിന്റെ നല്ല ഭിത്തി വല്ലോ സ്ഥാപിക്കേണ്ടി വരും. അതായത് ഒരു സംരക്ഷണ ഭിത്തി, സ്ട്രോങ് ആയിട്ടുള്ള സംരക്ഷണ ഭിത്തി വേണമെന്നാണ് പറയുന്നത്. കാരണം ഈ ചെറിയതൊന്നും പോരാ. ഇതൊക്കെ ബൈക്ക് അടിച്ചാൽ തന്നെ തെറിച്ചു പോകുന്ന സാധനമല്ലേ. ശരിക്കും ഒന്ന് നല്ല സംരക്ഷണ ഭിത്തി, നല്ല കോൺക്രീറ്റിന്റെ നല്ല രീതി കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ ഒരു മാറ്റം വരുള്ളൂ. പിന്നെ സംരക്ഷണത്തിൽ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ വരെ വണ്ടിക്കാർ കാണാമല്ലോ. നമുക്ക് അപകട മേഖലയാണെന്ന് കൂടുതൽ, അതായത് ഇത്രയും നിങ്ങൾ പറഞ്ഞ ആഴ്ചയിൽ വാഹനങ്ങൾ താഴത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വെക്കേണ്ട, മരണം സംഭവിക്കാത്ത ഭാഗ്യമാണ്. എന്തോ ഭാഗ്യമുണ്ട് ഇവിടെ. എന്തായാലും വളവിന് എന്തായാലും മരണം സംഭവിക്കുന്ന കാര്യമില്ല. അതായത് ഭാഗ്യം. വാഹനങ്ങൾ നശിക്കുന്നില്ല. വാഹനങ്ങള് പ്രതീക്ഷകളാണല്ലോ പറയുമ്പോ.
രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വന്ന് വീഴുന്നത്. അപ്പോൾ ഇവിടെ നല്ല നാട്ടുകാർ കൂടി വന്ന് എല്ലാവരും പിന്നെ ഇത് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും കേട്ടോ. അതൊക്കെ ഇവിടെ നല്ല സഹകരണമുണ്ട് ആൾക്കാർക്ക്. അപ്പൊ എനിക്കൊന്ന് റോഡിന്റെ പണിയിലെന്താ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പറയാൻ റോഡിന്റെ അശാസ്ത്രീയതയുണ്ടോ? കാരണം വളവാണ്. കാരണം വാഹനങ്ങൾ കുന്ന് കയറാനും ഒരു കഷ്ടപ്പാട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ അകന്ന് വാഹനങ്ങൾ ഓടിച്ച് വരുന്നവര് ഇവിടെ എത്തുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ശിവോട്ടൻ പറഞ്ഞത് അത് പെട്ടെന്ന് കാണുമ്പോഴില്ല ആ ഒരു ഇതിലേക്ക്, അതായത് നമ്മള് സ്റ്റക്കായി പോലെ. അപ്പം ഈ ഇലക്ട്രിക് ലൈൻ തന്നെ അപ്പുറം ഇട്ടുകൊണ്ടിരുന്നതാണേ. അപ്പൊ വണ്ടി അടിച്ച് അന്നേരം കരണ്ടടിച്ച് പോകും, പോസ്റ്റും പോകും. അപ്പൊ അതിനുശേഷം അവർ ഈ ഇടയ്ക്ക് ഈ പോസ്റ്റ് ഇങ്ങോട്ടാക്കി, അതും ഇടയ്ക്ക് 2 നാടിനടിച്ച് കളഞ്ഞു. പോസ്റ്റും ആ ഒരു മൂലൊക്കെ അതാണ്. നമുക്കവിടെ ഒരു കോർണറിൽ ഒരു പോസ്റ്റും കാണാം. അപ്പോ ഇതാണ് ഈ താവംകുന്നല്ലേ? താവംകുന്നില് വാഹനം ഓടിച്ച് വരുന്നവർ വളരെ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നിങ്ങളെയും കാത്ത് വലിയൊരു കൊക്ക കിടപ്പുണ്ട്. നമുക്കറിയാം ഇവിടത്തേക്ക് താഴെ ഒരുപാട് ആൾ പോയിട്ടുണ്ട്. ദിനംപ്രതി വാഹനങ്ങൾ താഴത്തേക്കാന്നാ പറയുന്നത്. അപ്പോ വലിയ റബ്ബറൊക്കെ ഒടിഞ്ഞിട്ട് നമുക്ക് കാണാം. ചേട്ടൻ്റെ പേരെന്താ? ജയൻ. ഈ ഡ്രൈവർ ആണല്ലേ? അപ്പോ ഈ നടുവിലല്ലേ സ്ഥലം ഇത്? ഈ സ്ഥലത്തിന്റെ പേര് താവുകുന്ന്. അപ്പൊ ഈ താവുകുന്നില് ദിനംപ്രതി വാഹനങ്ങൾ താഴത്തേക്ക് പതിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ റോഡിന്റെ അപാത കാരണമാണ് ഈ പിന്നെ അപകടങ്ങൾ കൂടുതലും വരാൻ സാധ്യത ആണല്ലേ? അപ്പൊ ഈ വാഹനങ്ങൾ കുന്നു കയറുമ്പോൾ തന്നെ ഇവിടുന്ന് ശബ്ദം ഉണ്ടാകും. അതായത് വീലും റോഡും തമ്മിൽ അല്ല, ഇത് പരിചയക്കുറവില്ലോണ്ട് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ കൂടുതലും സംഭവിക്കുന്നത്. മേഖല ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഒരു വളവില്ലോണ്ട് വളവിൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വളവായത്. അപ്പൊ ഇവിടെ അപായ ബോർഡൊന്നും അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ആ ബോർഡൊന്നും ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. വന്നു ഇങ്ങനെ പോകുമ്പോഴത്തെ നിയന്ത്രണം വിട്ട് പോകുന്നു. ഇവിടെയും താഴെയായിട്ട് ഫുൾ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പൊ ഈ ഡ്രൈവർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? അതായത് ഈ റോഡിന്റെ അപകടം കൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. ആണല്ലേ? അപ്പൊ ഒരുപാട് നിയന്ത്രിച്ച് ഒരു കൊണ്ടുപോകാൻ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു സ്ഥലം ഇല്ല ഇവിടെ. അതെ, പെട്ടെന്ന് നമ്മളിത് കാണുന്നു. വെട്ടിച്ച് കൊണ്ടുപോകാൻ നമുക്ക് നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വെട്ടിച്ച് മാറ്റാനുള്ള ഒരു സ്ഥലങ്ങൾ ഇവിടെ ഇല്ല. നേരെ താഴോട്ട് പതിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന വണ്ടി മറിയുന്ന ആ പൊക്കാൻ വരുന്ന ക്രെയിനാണ് കഴിഞ്ഞ ദിവസം മറിഞ്ഞത്. ആണല്ലേ? അത് റബ്ബറൊക്കെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോ എന്താണ് ഒരു നാട്ടുകാരനെന്ന രീതിയിൽ എന്താണ് ഈ സംരക്ഷണ വ്യക്തി പണിയണോ അതോ രീതി പണിയണം? വണ്ടി തട്ടിക്കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഈ കേരളത്തിലെ പറ്റില്ല, പുറത്തിലെ പോലെ വണ്ടി തട്ടി റോഡിലേക്ക് വരേണ്ട ഒരു സംവിധാനം പോലെ തന്നെ പറഞ്ഞാല് അത് വിജയിക്കും. ദൈവം സഹായിച്ചിട്ട് ഇതുവരെ വലിയ അപകടങ്ങളില്ല. ഇവിടെ 10 പിന്നെ ആലക്കോട് തിയേറ്ററിലേക്ക് വന്ന് പിന്നെ ടാക്കീസിലേക്ക് വന്ന സാധനങ്ങൾ ലോറി മറിഞ്ഞിട്ട് അരക്ക് താഴോട്ട് മുറിഞ്ഞു പോയിട്ട് ഞാനാണ് അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു അവസ്ഥ. ലോറി മറിഞ്ഞിട്ട് ഫസ്റ്റത്തെ അപകടത്തിൽ ഒരാൾ മരിക്കുമ്പോ അരക്ക് പകുതി മുറിഞ്ഞു പോയത്. പകുതി മുറിഞ്ഞു പോയി അതിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ വന്നിട്ട് ഫയർഫോഴ്സും ഞാനും അതിലും കൂടി അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം അവയ്ക്ക് കൊടുക്കുന്നത് ലാസ്റ്റ് ഘട്ടത്തിൽ. പകുതി മുറിഞ്ഞു പോയാൽ അരക്ക് താഴോട്ട് മുറിഞ്ഞു പോയാൽ 4 പേര് പഠിച്ചിട്ടുണ്ട്. അപ്പൊ വലിയ ബസ്സൊക്കെ അപകടത്തിൽപ്പെട്ടെന്ന് പറഞ്ഞു. ബസ് കുറവാണ്, കൂടുതലും ചരക്ക് ലോറികളാണ്. അവർക്കാണല്ലോ പിന്നെ ലോഡും കൊണ്ടുവരുമ്പോ പിന്നെ ഈ കോഴി വണ്ടി, പച്ചക്കറി വണ്ടി, അതൊക്കെ അവർക്ക് എമർജൻസി പോകുന്നവരായിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് പരിചയ സമ്പന്നമില്ലാത്തവര് ഇവിടെ എത്തും. ഇവിടെ ചൊട്ടിയാ കിട്ടൂല. കുറച്ച് ചൂടായിരിക്കുമ്പോഴത്തേക്ക് വണ്ടി നിയന്ത്രണം ബ്രേക്ക് കുറഞ്ഞ എയർ കാലിയായിട്ട് അങ്ങനെ പോകുന്ന സംഭവമുണ്ട്. 2 ടേണിംഗ് ആണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത്. ഒന്ന് ഇതും സെക്കൻഡ് താഴത്തെ. അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ അപായ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാലും അതുപോലെ വലിയൊരു സംരക്ഷണ വ്യക്തി പണിഞ്ഞു കഴിഞ്ഞാലും തൽക്കാലം ജീവൻ ബാക്കിയുണ്ടാവും. അതേപോലെ പരിചയ സമ്പന്നരല്ലാത്ത ഈ റോഡ് അറിയാവുന്നവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു വളവുണ്ടെന്നും താഴ്ചയുണ്ടെന്നൊക്കെ അറിയാം. അപ്പം ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരും അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നല്ലാത്ത മറ്റ് ജില്ലയിൽ നിന്ന് വരുന്നവരൊക്കെ നമുക്കറിയാം ഇവിടെ മറ്റേ പൈതൽ മല അതുപോലെ തന്നെ ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവരാണ് തോന്നുന്നു ഇവിടെ അപകടപ്പെടുന്നത് അല്ലേ? അപ്പൊ ഓക്കെ, ശരി. പേരെന്താ പറഞ്ഞ? ചേട്ടൻ്റെ പേര്? അഭിലാഷ്. ഓക്കെ. ചേട്ടാ പേരെന്താണ്? എൻ്റെ പേര് ടോമി. അപ്പൊ ഇവിടെ വാഹനങ്ങള് നിലത്തേക്ക് പതിക്കുന്നു. അതായത് ഈ റോഡ് നേരെ വന്നിട്ട് അറിവില്ലാത്തവര്, അതായത് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പരിചയമില്ലാത്തവര് നേരെ 50 അടി താഴ്ചയിലേക്ക് പതിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാല് ലോഡ് എടുത്തിട്ട് വരുന്ന വലിയ വാഹനങ്ങള് അവര് ശ്രദ്ധിക്കാതെ വരുന്നതാണ് ഏറ്റവും വലിയ കാരണം. ഇത് ഡൗൺ ചെയ്ത് വരുന്നില്ല. മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ അവിടെ സിഗ്നൽ ബോർഡിൽ വെച്ചിട്ടുണ്ട്. അത് പുതിയതായിട്ട് ഇപ്പം സിഗ്നൽ ഇവിടെ റോഡിൽ തന്നെ ഈ അവര് ജെർക്കിങ് ഉണ്ടാവാൻ വേണ്ടി ഇതെല്ലാം പതിച്ചിട്ടുണ്ട്. അതുപോലെ അവര് ശ്രദ്ധിക്കാതെയാണ് വരുന്നത്. പിന്നെ ഈ വളവ് അശാസ്ത്രീയമായിട്ടുള്ള ഒരു വളവാണ്. അതിന്റെ ഒരു കുറച്ചും കൂടെ വീതിയിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ചെയ്തിട്ടില്ല. കാരണം നമ്മൾക്ക് ഇപ്പം ഞാനിപ്പോ താഴെ താമസിക്കുന്ന വീട്ടുകാരാണ്.
അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒച്ച കേൾക്കുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓടി വരികയാണ്. രാത്രിയെന്നോ പകലൊന്നും ഇല്ല, നമ്മൾ ഒച്ച കേൾക്കുമ്പോഴത്തേന് നമ്മൾ കൃത്യമായിട്ട് ഓടി വന്നിട്ട് നമ്മള് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെയൊക്കെ നമ്മൾ ഇതിന്റെ അടിയിൽ നിന്ന് തന്നെ എടുത്ത് പൊക്കി വരുന്നു. ഒരു ബസ് വന്നിട്ട് ഭാഗ്യത്തിന് അവിടെ ഒരു റബ്ബർ തട്ടി നിന്നു. പിന്നെ കാറ് എല്ലാം അടിയിൽ വീണു, പിക്കപ്പ് വാന് വീണു, അങ്ങനെ കുറെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു ആന്ധ്രാപ്രദേശിന്റെ ഒരു ലോറി വന്ന് അടിച്ച് ഒരു ക്ലീനർ മരിച്ചതാണ്. അപ്പൊ ഒത്തിരി അനവധിയുമായിട്ടുള്ള വാഹനാപകടങ്ങൾ ഉണ്ടാവുന്നു. അതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാല് ഇവിടെ റോഡിന് വീതി കൂട്ടാനുള്ള ഒരു നോക്കണം. അതുപോലെ തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംരക്ഷണ ഭിത്തി വേണം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ പോലത്തെ നാട്ടുകാരില്ലത് കൊണ്ട് ഓടി വന്ന് രക്ഷിക്കാനൊക്കെ ആയതുകൊണ്ട് ഇതുവരെ ജീവനൊന്നും അപഹരിച്ചില്ലെന്ന് തോന്നുന്നു അല്ലെ? കൂടുതലായിട്ടും ഞങ്ങളെ പറ്റി ഈ നാട്ടിലുള്ള എല്ലാവരും, ഈ നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, ഈ റൂട്ടിൽ ഓടുന്ന ഓരോ വാഹനത്തിലെ ഓരോ ജനങ്ങളും വന്നിട്ട് ഒരു അപകടം വരുമ്പോ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതില് ഒത്തിരി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നാട്ടുകാരെന്നല്ല, നാട്ടുകാർ തന്നെ ഇവിടുന്ന് അവിടെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഓടി വരുന്നുണ്ട്, എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ വരുന്നവരെല്ലാരും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ റോഡിന്റെ മെയിനായിട്ട് അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണത്തിലാണ് ഈ പ്രശ്നം പറ്റുന്നത്. ഇത് റോഡിനെ കുറച്ച് വീതി കൂട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറെ. അതുപോലെ തന്നെ ഇനിയിപ്പോ ഇവിടെ വണ്ടി ഓടിച്ച് വരുന്ന അറിയാത്തവരുണ്ടാവും, ഈ വീഡിയോ കാണുന്നവര്, അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ സ്ഥലത്തിന്റെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ചേട്ടൻ. താവൂർന്നാണ്, താവുന്ന കവല, താവുന്ന കവല മുകളില്, പ്രോപ്പർ താവുന്ന താഴെയാണ്. ഇതിന്റെ സെന്റർ ഭാഗത്താണ് ഇത് ഉള്ളത്. അതായത് നടുവിലേക്ക് പോകുന്ന താവുന്ന കവല, താവുന്ന കവല തൊട്ട് താവുന്ന വരെയുള്ള ഈ വലിയ വളവ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോ ഈ വഴി ഭാരവാഹനങ്ങളും അതിൽ പച്ചക്കറി, കോഴി അങ്ങനെയുള്ള എമർജൻസി ആയിട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ എത്തുമ്പോ ശ്രദ്ധിക്കുക. കുത്തനെയുള്ള ഇറക്കം അവിടുന്ന് അവര് ശ്രദ്ധിക്കുന്നില്ല. ഈ ഇറക്കം അവര് വിചാരിക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ വളവെത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കൊടുംവളവ് താഴെ വലിയ കൊക്കയാണെന്ന്. അതിന്റെ മുകളിൽ തന്നെ സിഗ്നൽ ലൈറ്റ് ഉണ്ട്, അത് ശ്രദ്ധിക്കുന്നില്ല. അവിടെ ഈ നടുവിൽ പഞ്ചായത്ത് 18ാം വാർഡിന്റെ 2 ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ, അപകട വളവ്. അതുപോലെ സിഗ്നൽ റെഡ് ലൈറ്റുകളുണ്ട്, റെഡ് ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ പുതിയതായിട്ട് ഈ ജെർക്കിംഗ് ഉണ്ടാകാൻ വേണ്ടിട്ട് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അതിനുള്ള ലൈൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു വണ്ടിക്കാര് ശ്രദ്ധിക്കുന്നില്ല, അതാണ്. അത് മാത്രല്ല ഇവിടെ ഈ ഒരു കാടൊരു എൽ പോലത്തെ, അതായത് ഒരു കുന്നും ഒരു വളവ് തന്നെ അശാസ്ത്രീയമായിട്ടാണ് ഉള്ളത്. അത് കുറച്ചും കൂടെ താഴോട്ട് വീതി കൂട്ടി ആ വളവൊന്ന് ലെവലാക്കുവാണെങ്കിൽ. സാധാരണ ഒരു കാറ് പോലും ബുദ്ധിമുട്ടിട്ടാണ് തിരിഞ്ഞു പോകുന്നത്. അപ്പൊ ഭാരവാഹനങ്ങളുടെ കാര്യം പറയണ്ട. അതെ, ഇവര് ചില വാഹനങ്ങള്, എല്ലാ വാഹനങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല, ചില വാഹനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അത് സാധാരണ പോലെ ഇങ്ങ് പോരില്ല. ഇപ്പൊ നമുക്ക് ഈ വാഹനങ്ങളൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ കാണാം, അതൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇറങ്ങി പോകുന്നത് തന്നെ. അപ്പൊ ഇവിടെ വരുന്നവര് ശ്രദ്ധിക്കുക, അത് തന്നെയാണ്. ആദ്യമായിട്ട് വരുന്ന വണ്ടിക്കാരെല്ലാം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നല്ല ഏത് സ്ഥലത്തും പ്രധാനമായിട്ട് ഇപ്പൊ ഇവിടെ ആഴ്ചയിൽ വാഹനങ്ങൾ വീഴുന്നെന്ന് പറയാം. ഒന്നരാടെ വാഹനങ്ങൾ താഴെ വലിയ അപകടമാണ്. അതുപോലെ സംരക്ഷണ ഭിത്തി സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അപകടം വണ്ടി താഴേക്ക് പതിക്കുന്നത് കുറെ ഒഴിവാകും. ഈ സംരക്ഷണ ഭിത്തി ഇത്ര ഉള്ളത് കൊണ്ട് പല വാഹനങ്ങൾ ഇവിടുത്തെ തട്ടി വന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് ഒന്നുകൂടെ സ്ട്രോങ് ആക്കണമെന്ന് ചേട്ടന്. ഇത് സർക്കാരിനോട് എല്ലാവരോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാല് ഈ റോഡ് സംരക്ഷണ ഭിത്തി കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി തരുക. നമുക്ക് ഈ നാട്ടിലുള്ളവർക്ക് തന്നെ ഒരു പേടി സ്വപ്നമാണ്. ഒച്ച വെക്കുമ്പോ ഞങ്ങൾക്കെല്ലാം പേടിയാണ്. കാരണം എവിടെന്നെങ്കിലും ഒരു ഒച്ച വെട്ടിട്ടുണ്ട്, വണ്ടി അപകടം പറ്റി അതിൽ ജീവനുണ്ടെന്ന് ഞങ്ങൾ ഓടി വരുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ ക്രെയിനിന്റെ ഒക്കെ നമ്പർ നമ്മുടെ കയ്യിലില്ല എങ്കിലും നമ്മൾ അന്നേരം ആരെങ്കിലും ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ വണ്ടി വന്നു, അതൊക്കെ ഇവിടെ തന്നെ എഴുതിയൊക്കെ അപകടത്തിൽ പെടുന്നവർക്ക് അത്യാവശ്യം. ശരിക്കും പറഞ്ഞാൽ അപകടത്തിന്റെ സിഗ്നൽ മുകളിൽ മുതൽ റെഡ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അപകടം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. കുടിയാമല പോലീസിന്റെ പ്രത്യേകം ഈ റോഡിനെ കുറിച്ച് എല്ലാരും ഇത് ഇതാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം SI സാർ വന്നു കഴിഞ്ഞപ്പോൾ രാത്രി ഒരു അപകടം ഉണ്ടായിരുന്നു. അന്ന് സാറ് വന്നായിരുന്നു. ആ വണ്ടി ക്രെയിൻ താഴെ വീണ് കഴിഞ്ഞ സമയത്താണ്. അല്ലല്ല, ഒരു ട്രെയിൻ പയ്യാവൂരിന്ന് വന്ന ട്രെയിന് പയ്യാവാന്ന് താഴെ വീണായിരുന്നു കഴിഞ്ഞ ദിവസം. ഒടിഞ്ഞു കിടപ്പുണ്ട്. അത് സാർ അന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങനെ നമ്മളെല്ലാ എല്ലാവർക്കും ഇത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ ഇങ്ങനെ പറയുന്നത്. അന്ന് രാത്രി
ഞങ്ങള് 12:45 ഞങ്ങള് വന്നത്. രാത്രി 12:45 ഞങ്ങൾ ഓടിയെത്തുന്നത്. അതായത് താഴത്തെ രാത്രിയാണോ അപകടം ഉണ്ടായത്? രാത്രി ആ ട്രെയിൻ വീണത്. അപ്പൊ നമ്മള് താഴെയുള്ള വീട്ടുകാരെല്ലാം ഓടി വന്ന് 2 ചെറുപ്പക്കാരായ പിള്ളേര് ഓടി വന്ന് അവരാണ് പിന്നെ ഇവിടെ ഈ റോഡിൽ യാത്ര ചെയ്ത ഒരു കാറുകാരുടെ അടുത്ത് അവരെ നിർത്തി അവരെ രോഗിനെ ആ കാറിനകത്ത് കയറ്റി വിടുകയത്. ഞങ്ങൾ ഈ അർദ്ധരാത്രിക്ക് ശേഷമൊക്കെ, അതായത് 2 മണി 3 മണിക്കൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും ഇവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ആൾക്കാർ? അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ താഴെ ഒച്ച കേൾക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഓരോരുത്തർ ഈ പ്രദേശത്തുള്ള ഓരോരുത്തർ ഓടി വരുന്ന അങ്ങനെയാണ്. അങ്ങനെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓടി വരുന്നുണ്ട് എല്ലാരും. അല്ല, നല്ല മഴയൊക്കെ ആണെങ്കിൽ ഒച്ച കേൾക്കണമെന്നില്ലല്ലോ. നേരെ ഏതെങ്കിലും വണ്ടി ഇതിലൂടെ പോകുമ്പോ അങ്ങനെ യാത്ര ചെയ്യുന്നവരെ രക്ഷാപ്രവർത്തനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നടുവിലുള്ള ആൾക്കാരെല്ലാം ഓടി വരുന്നുണ്ട്. ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ അന്നേരം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം വിവരം കൊടുക്കുന്ന ഇന്നോലെ വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം ഓടി വരുന്നു. ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും പേടി സ്വപ്നമാണ് ഈ വളവ്. അപ്പൊ ഈ പ്രദേശത്തിലെ ആളുകൾക്ക് പേടി സ്വപ്നം. അപ്പൊ ദൂരെ നിന്ന് വരുന്നവര് ഇങ്ങനെ ഒരു പേടി സ്വപ്നം എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ഈ അപകടം വരുമ്പോൾ ഇപ്പൊ ഓരോ വണ്ടി ഒച്ച കേൾക്കുമ്പോഴത്തേനും അപകടം വന്നു വണ്ടി ചേട്ടനുള്ള പേടി സ്വപ്നം അതാണ്. അപ്പൊ ഈ ഇവിടെ വരുന്നവരാണ് ഇനി, അതായത് വളവിനെ കുറിച്ച് അറിയാത്തവരാണ് ഈ വളവിനെ കുറിച്ച് അറിയത്തില്ലാത്തവര് ഇനി വരുന്ന സമയത്ത് കൃത്യമായിട്ട് അങ്ങ് മോള് തൊട്ട് താഴെ വരെ ഒന്ന് ശ്രദ്ധിച്ചു വേണ്ടി പറഞ്ഞു. അത് ശ്രദ്ധിക്കുക. ഇപ്പൊ ഓവർ സ്പീഡിൽ വരാതിരിക്കുക. ഒരു വളവ് കാണുമ്പോൾ കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് വരുക. അതാണ്. അല്ല, മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല സ്ട്രൈറ്റ് റോഡാണ്. പക്ഷേങ്കിൽ അടുത്തെത്തുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കാണും. 2-3 വളവുണ്ട്. ഈ 2-3 വളവ് അടുത്തെത്തുമ്പോഴത്തേനാണ് ഈ വളവിന്റെ ഒക്കെ തീവ്രത മനസ്സിലാവും. അല്ല, നമ്മൾ ലോങ് നോക്കുമ്പോഴത്തേന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വരുന്നു. അടുത്തെത്തുമ്പോഴാണ് ഈ വളവിന്റെ തീവ്രത മനസ്സിലാവുന്നത്. ഒന്ന്, ഈ വളവിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഇത് ഉള്ളത്. അതുപോലെ ഊരാളുങ്കലുകാര് നിർമ്മിച്ച റോഡാണിത്. ഇതുപോലെ അശാസ്ത്രീയമായിട്ട് പണിതാണ്. ആ താഴെയുള്ള പാലം ഒരു വലിയ പാലമായിരുന്നു, അത് ഒരു കരിമ്പ് പോലെ ആക്കിയിട്ടാണ്. അങ്ങനെ അവരെ കുറ്റപ്പെടുത്തിയിട്ടല്ല പറഞ്ഞത്. അന്ന് ചെയ്തത് ചെറുതായിട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഇപ്പം ഇത് വരുന്നത്. റോഡിനെ കുറച്ചും കൂടെ വീതി കൂട്ടി ചെയ്യണം. പിന്നെ ഊരാളുങ്കൽ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കരുത് അവരെ കുറ്റപ്പെടുത്തുവോ കമ്പനി എന്നല്ല. അവര് ചെയ്ത ഒരു അല്ല, അവര് ചെയ്യുമ്പോ ഏത് കമ്പനിയാണെങ്കിലും പറയാം. നമ്മളിപ്പോ പറയുമ്പോ ഒരു നമ്മൾ പറയുന്ന വാക്കുകള് നിങ്ങൾ തിരിച്ചൊടിക്കരുത്. ഇല്ല, അതല്ല നമ്മള്, അതായത് ഒരു കമ്പനി ഇപ്പോ ഒരു റോഡ് പണിയുമ്പോ അശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ പണിയുമ്പോ അത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ വളരെ തെറ്റായ രീതിയിലാണ് ഈ റോഡിന്റെ വളവുകൾ കൊടുത്തിരിക്കുന്നത്. അല്ല, ഇത് തെറ്റായ രീതിയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അവർക്ക് വീതി കൂട്ടി ചെയ്യായിരുന്നു. ചിലപ്പോ അവര് എസ്റ്റിമേറ്റ് എടുത്തു പോയിരിക്കുന്നതിന്റെ കണക്കിലായിരിക്കും അവർ ചെയ്ത്. നമ്മൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഒരിക്കലും യൂട്യൂബറായിട്ട് നിങ്ങൾ വളച്ചൊടിക്കരുത്. ഇല്ല, അത് നിങ്ങൾ പറയുന്നത് മാത്രമേ കൊടുക്കുള്ളൂ. നിങ്ങൾ വളച്ചൊടിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന വസ്തുക്കൾ നിങ്ങൾ അനുഭവിച്ചോളൂ, അത്ര മാത്രമേ. ഓക്കെ, അപ്പോ റോഡില് അശാസ്ത്രീയതയുണ്ട്. അതുപോലെ തന്നെ ഇനി ഇവിടെ വരുന്നവര് ഇനി ഈ ഒരു താഴ്ച നമുക്ക് കാണാം. വലിയൊരു താഴ്ചയാണ്. ഇവിടെ അങ്ങോട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു താഴ്ചയാണ്, റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ റോഡിൻ്റെ അശാസ്ത്രീയതയും അതുപോലെ തന്നെ കുറച്ച് ബോധവൽക്കരണത്തിൻ്റെയും കുറവ് നമുക്ക് ഈ ഒരു റോഡിൽ കാണാനുണ്ട്. അപ്പോൾ ദിനംപ്രതി വാഹനങ്ങൾ ഈ ഒരു വളവിൽ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാരാണ് ഈ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വാഹനം ഓടിച്ചു വരുന്നവർ, അതായത് നടുവിൽ താവൻകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് വാഹനം ഓടിച്ചു വരുന്നവർ വളരെ ശ്രദ്ധിച്ച് ഭാരവാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് ഈ വഴി ഓടിച്ചു പോവുക. അപ്പോൾ ഇതാണ് കണ്ണൂർ മൗണ്ടൻ ഇന്ന് പറയാനുള്ളത്.